പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ, അമ്മ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ദൈവിക പദ്ധതിയോട് വിധേയപ്പെട്ട് ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ അമ്മ തിരുക്കുമാരനോട് ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളത്ത് റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ കടബാധ്യതകൾ കടന്നു വന്നു. വീട്ടിൽ ഭാര്യയ്ക്ക്, മക്കൾക്ക്, മാതാപിതാക്കന്മാർക്ക് മാറി മാറി അസുഖം വരും, ഹോസ്പിറ്റലുകളിൽ കയറും. ഇങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ വ്യക്തിയോട് ഞായറാഴ്ച ദിവസം ബിസിനസ് വേണ്ടെന്ന് വെച്ചിട്ട് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യണം, അന്നത്തെ ദിവസം വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ഭാര്യയോടും മക്കളോടുമൊപ്പം ഭവനത്തിലായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു. ഈ വ്യക്തിയോട് ഇത് പറഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് ആദ്യം അത് സ്വീകരിക്കുവാൻ സാധിച്ചില്ല. എന്നാലും ഈ വ്യക്തി മനസ്സില്ലാ മനസ്സോടെയാണേലും അത് സ്വീകരിച്ച് ഞായറാഴ്ച ദിവസത്തെ ബിസിനസ് വേണ്ടെന്ന് വെച്ച് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ തുടങ്ങി. മാസങ്ങൾക്ക് ശേഷം ഈ വ്യക്തിയെ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി ഈ വ്യക്തി പറഞ്ഞു, ഞായറാഴ്ച ദിവസം ബിസിനസ് വേണ്ടെന്ന് വെച്ചിട്ട് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ഭാര്യയോടും മക്കളോടും ഇരിക്കുവാൻ തുടങ്ങിയ അന്ന് മുതൽ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം കർത്താവ് ഇരട്ടിയായിട്ട് ബിസിനസ് ഈ വ്യക്തിക്ക് കൊടുത്തു, സാമ്പത്തിക മേഖലയിലെല്ലാം ഉയർച്ച പ്രാപിക്കുവാൻ തുടങ്ങിയെന്ന്. അതിനുശേഷം ഈ വ്യക്തി എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. 10 കൽപ്പനകളിലെ 3ാമത്തെ കൽപ്പനയായ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പന നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹം കടന്നു വരും എന്ന് ഈ വ്യക്തി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നമുക്ക് തിരുസഭ തന്നിരിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. ആ ദിവസം ദൈവത്തോടു കൂടെ ആയിരിക്കുവാനും എപ്പോഴും പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുവാനുമുള്ള ഒരു ദിവസമാണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ തുടങ്ങിയപ്പോൾ ആ വ്യക്തി അനുഗ്രഹിക്കുവാൻ, ഉയർച്ച പ്രാപിക്കുവാൻ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉയർച്ച പ്രാപിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര് ഞായറാഴ്ച ദിവസം പരിശുദ്ധമായി ആചരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വലിയ ദൈവിക പ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ, ദൈവകൽപ്പനകൾ പാലിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും സാന്നിധ്യവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഭവനത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.